അതെ, ഇത് ഇങ്ങനെ അയൺ ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നാളെ പുറത്ത് പോകുമ്പോൾ ഒന്നുകിൽ ഒരു അയൺ ബോക്സിനുള്ള സെറ്റപ്പ് വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഒരെണ്ണം ഓർഡർ ചെയ്യാം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടിരിക്കണം. കടയിലൊന്ന് പോയി അന്വേഷിക്കാം. അതനുസരിച്ച് സാധനം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കാം. എവിടേക്കാ പോകുന്നത്? അതറിയില്ല. സമ്മനത്ത് 2-3 കടയുണ്ട്, അവിടെ പോയി നോക്കാം. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇവിടെ അയൺ ബോക്സ് വെച്ചിട്ട് ഇവിടെ നമുക്ക് തേക്കണ സെറ്റപ്പ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. നമ്മളിത് മൾട്ടിവുഡ് മേടിച്ചു. മൾട്ടിവുഡ് വെക്കി ഈ സെറ്റ് സാധനം നമ്മളിവിടെ ഇങ്ങനെ വയ്ക്കുന്നു, ക്ലാമ്പ് അടിക്കുന്നു. ആവശ്യം കഴിയുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സാധനം എനിക്കൊന്ന് 1000 രൂപയുള്ളൂ. പിന്നെ 2 ക്ലാമ്പ് സെറ്റ് സാധനം. ഇത് നമ്മളിവിടെ ഇങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുന്നു. അതനുസരിച്ച് 2 വെക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് വയ്ക്കും. ഇത് എടുക്കണമെങ്കിൽ ഇതിങ്ങനെ മടക്കി കഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്കിങ്ങനെ മടക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ സാധനം സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളതിൻ്റെ ലെവൽ നോക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഏകദേശം ഒരു വയ്ക്കുക. നമ്മുടെ ഐഫോണിനകത്ത് മെഷർ എന്ന് പറഞ്ഞതുണ്ട് ടൂള്. മെഷർ എടുക്കുക. മെഷർ ടൂളിനകത്ത് ലെവൽ എന്നുണ്ട്. നമ്മൾ ലെവൽ എടുക്കുക. കണ്ടോ, ലെവൽ എടുത്തിട്ട് നമ്മൾ ഏതോ ഒബ്ജക്റ്റ് തിരിയണ അനുസരിച്ച് ആംഗിൾ മാറും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ 1 ആണ്. അതിപ്പോൾ -1 ചരിയും തോറും -2 ഇതിപ്പോൾ 0. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ലെവൽ നമ്മളെടുത്തു. ജസ്റ്റ് നമ്മളെടുക്കുക. നമ്മൾ പെൻസിലിൽ മാർക്ക് ചെയ്യുക. പെൻസിലിൽ മാർക്ക് ചെയ്തതിന് ശേഷം ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ഫോൺ നമ്മുടെ മുകളിൽ വീണായിരിക്കും. ഇനി നമുക്ക് ആ ക്ലാമ്പ് സെറ്റ് ചെയ്യാം. ഓക്കെ. ഇനി നമ്മൾ ഇത് 2നും കൂടെ മാർക്ക് ചെയ്യണം. ഇവിടെ ഹോളുണ്ട്. ഹോളിൽ നമ്മൾ മാർക്ക് ചെയ്യുക. 1 2 അയ്യോ കയറ്റി വെച്ചിട്ട് വയ്ക്കാം. 2 മാർക്ക് ചെയ്യുക. ഈ 2ലും നമ്മൾ ഡ്രിൽ ചെയ്തിട്ട് ഹോളടിക്കുക. ഇനി നമ്മൾ ഹോളടിക്കണമെങ്കിൽ ശ്രദ്ധ വേണം. മനസ്സും കരവും ചുമരിലൽപ്പിച്ച് ഒരു ടിപ്പാണ്. നമ്മൾ എത്ര ഹോൾ വേണമെന്ന് നോക്കാൻ വേണ്ടി ഇതാണ് നമ്മൾ അകത്ത് കയറ്റേണ്ടത്. അപ്പോൾ നമ്മളിതിങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ വെച്ചൊരു മാർക്കിങ് കൊടുക്കുക. ഈ മാർക്കിങ് ഇവിടെ അടിക്കുക. ഈ മാർക്കിങ് വരെ അപ്പോൾ നമ്മൾ ഹോൾ അടിച്ചാൽ മതി. ഓക്കെ. നമ്മളൊരു ടേപ്പ് എടുത്തിട്ട് ആ മാർക്കിങ്ങിൽ നമ്മൾ ചുറ്റുന്നു. ചുറ്റി ഇത്രയും വരെ ഹോളിൽ നമ്മളിനി കയറിയാൽ മതി. ഇല്ലെങ്കിൽ വലുതായി പോകും. ജസ്റ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്ര കയറിയിട്ടുള്ളൂ. ഓക്കെ. ഇനി കുറച്ചുകൂടെ കയറണം. ഇനി നമ്മളതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇനി നമ്മുടെ ഗ്രിപ്പ് നോക്കുകയാണെങ്കിൽ ഗ്രിപ്പ് കറക്റ്റ് കയറും. എഡ്ജൊന്ന് നമ്മൾ ഹോൾഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിനിയിപ്പം മുറുക്കാൻ വേണ്ടി എന്തെന്ന് പറഞ്ഞാൽ പഴയ ഏതെങ്കിലും ടെസ്റ്റർ ഉണ്ടെങ്കിൽ ആ ടെസ്റ്റർ നമ്മൾ ഡ്രില്ലിനകത്ത് കയറ്റും. എന്നിട്ട് ഡ്രില്ലിനകത്ത് കയറ്റിയിട്ട് പതുക്കെ അതുകൊണ്ട് സെറ്റാക്കി വെച്ചിട്ട്
പതുക്കെ അങ്ങോട്ട് ടൈറ്റ് കൊടുക്കുക. ഇത് ഒട്ടിച്ച് കഴിഞ്ഞ സാധനം നമുക്കെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കാം. അപ്പോൾ കറക്റ്റായി ഇങ്ങനെ സെറ്റായി. ഇത് താഴെ നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച പരിപാടി കഴിഞ്ഞു. അതവിടെ കൊടുത്തു. താഴെ അവിടെ ഇറക്കി ഒരു ബെൽറ്റ് ഉണ്ട്. നമ്മൾ വേറെ രണ്ടെണ്ണം കൂടെ രണ്ട് സൈഡിൽ കൂടെ കൊടുക്കാം. നടുക്കും കൂടെ കൊടുത്ത പരിപാടി തന്നെ. നമ്മൾ നടുക്കും കൂടി കൊടുക്കുകയാണ്. നീറ്റായി ആണ്. നമ്മളിത് മഴ ആവശ്യമില്ലാത്തപ്പോൾ നമ്മളിതിനെ മടക്കി മടക്കി വയ്ക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്കെടുത്ത് തന്നെത്താൻ സെറ്റ് വയ്ക്കാം, റെഡിയാക്കുക. ഇങ്ങനെ താഴെ ഒരു സാധനം ഇങ്ങനെ വലിക്കുക. ഒതുങ്ങിയിരുന്നുള്ളൂ. ആവശ്യമുള്ളപ്പോൾ എടുക്കുക. അപ്പോൾ ലോക്കായി. അപ്പോൾ ലോക്കായി. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ പൂച്ചയൊക്കെ കയറി കിടക്കും. അപ്പോൾ നമ്മൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇവിടെ ഈ ബട്ടൺ വലിച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് പോവാം. നമ്മളിനി പൂച്ചയും കയറി കിടക്കില്ല. അല്ലാത്തപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ലോക്കായി. തേക്കുക. ആവശ്യം കഴിയുമ്പോൾ ഇതിങ്ങനെ വലിക്കുക, വലിച്ചിടുക. ഇന്ന് തന്നെ അത് നശിക്കും മിക്കവാറും.
അരമണിക്കൂറത്തെ പണി ആണ് ഒതുക്കി വയ്ക്കുക, സുഖമായിട്ട് ഒതുങ്ങിയിരുന്നുള്ളൂ. ഇനി അമ്മ ഒരു 2000 രൂപ ടച്ച് കാശ്, പണിക്കൂലി വേറെ. എന്താ ടച്ച് കാശ് തരൂലേ? മൊത്തം 5000 രൂപ. 5000 രൂപ അതല്ലേ, 3000 രൂപയ്ക്ക് നിങ്ങൾ തന്നാലേ എനിക്ക് ലാഭമുള്ളൂ. അന്നത്തെ ഒരു ദിവസം പോയി ഓഫീസിൽ പോയായിരുന്നെങ്കിൽ 2000 രൂപ കിട്ടിയാണ്. 5000 രൂപ ഇവിടെ ഒരു ഗുണമില്ല, കട്ട് വയ്ക്കണതിന് മാത്രമേ. അതാ പറഞ്ഞ പൈസ കൊടുക്കണം, അപ്പൊ എനിക്ക് പൈസ തരണ്ടേ? അപ്പൊ ഓക്കെ.